إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ولا تفسدوا في الأرض بعد إصلاحها وادعوه خوفا وطمعا إن رحمة الله قريب من المحسنين. ബഹുമാനരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളെയും വിധിവിലക്കുകളെയും പൂർണ്ണമായും പാലിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കാനുള്ള ശ്രമം ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു നമ്മെ അതിനനുഗ്രഹിക്കുമാറാവട്ടെ. ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു സമാധാന ജീവിതമുണ്ട്. അത് ഇല്ലാതാക്കുന്ന കുഴപ്പങ്ങളും പ്രതിസന്ധികളും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകം ഒരു യുദ്ധമുഖത്തേക്ക് പോകുമോ എന്ന ഭീതിയിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. നിലവിൽ ഉരുണ്ടുകൂടിയ യുദ്ധസാഹചര്യം എത്ര വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുക എന്ന് നമുക്ക് നിർവചിക്കാൻ പോലും കഴിയില്ല. ഒരു പുതിയ ലോകമഹായുദ്ധമായി നിലവിലെ സാഹചര്യം മാറാതിരിക്കാൻ ആത്മാർത്ഥമായി നമ്മളെല്ലാവരും അല്ലാഹുവിനോട് ദുആ ചെയ്യണം. നിർഭയരായി ജീവിക്കുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലെ മനുഷ്യർക്ക് നൽകിയിട്ടുള്ള പ്രകൃതിപരമായ സവിശേഷതയാണ്. ഭൂമിയെപ്പറ്റിയും ഭൂമിയുടെ ഘടനയെപ്പറ്റിയും എല്ലാം അല്ലാഹു പറഞ്ഞെടുത്ത് അതാണ് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഭൂമിയുടെ ഉപരിഭാഗത്തുണ്ടാകുന്ന ഒരു ചെറിയ ചലനം പോലും അത് ഭൂമിയെ ബാധിക്കാതിരിക്കാൻ അല്ലാഹു പർവ്വതങ്ങൾ നാട്ടിയെന്ന് പറഞ്ഞു, ഭൂമിയെ തൊട്ടിലാക്കി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആകാശത്തിന്റെ, ഭൂമിക്ക് മുകളിലുള്ള ആകാശത്തിന്റെ ആവരണത്തെക്കുറിച്ചും അതിന്റെ ഘടനയെക്കുറിച്ചും എല്ലാം അല്ലാഹു ഖുർആനിൽ വിശദീകരിച്ചത് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർ നിർഭയരായിരിക്കുക എന്നതാണ്. ഇസ്ലാമിന്റെ പ്രത്യേകത ഏതാണ്? മനുഷ്യ ജീവിതത്തിന് ഇസ്ലാം നൽകുന്ന സവിശേഷമായ സന്ദേശം അതാണ്. 5 കാര്യങ്ങളിൽ മനുഷ്യരെ സുരക്ഷിതത്വം ഉണ്ടാകണം, നിർഭയത്വം ഉണ്ടാകണം.
5 കാര്യങ്ങൾ നിർബന്ധമായി മനുഷ്യന് കിട്ടണം. 1, ജീവിക്കാനുള്ള അവകാശം ഭൂമിയിൽ, അത് നിഷേധിക്കപ്പെടാൻ പാടില്ല. ജീവിക്കാനുള്ള അവകാശം ഉണ്ടാകണം. 2, ഈ ഭൂമിയിൽ അവന് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാവണം. 3, അവന്റെ ചിന്താ സ്വാതന്ത്ര്യം ഉണ്ടാകണം. 4, മനുഷ്യന്റെ അഭിമാനം സംരക്ഷിക്കപ്പെടണം. മാനത്തോടെ ജീവിക്കാൻ, മാനം കെട്ടി ജീവിക്കേണ്ട അവസ്ഥ ഉണ്ടാവരുത്. അഭിമാനത്തോടെ ജീവിക്കാൻ ഭൂമിയിൽ മനുഷ്യന് സാധിക്കണം. മനുഷ്യന്റെ സ്വത്തിന് സുരക്ഷിതത്വം കിട്ടണം, അവന്റെ സമ്പത്തിന് സുരക്ഷിതത്വം കിട്ടണം. ഇതെല്ലാം ഈ ഭൂമിയിൽ മനുഷ്യന് അടിസ്ഥാനപരമായി വേണ്ട കാര്യങ്ങളാണ്. ഈ സംരക്ഷണങ്ങളെല്ലാം അല്ലാഹു തആല വകവെച്ചു കൊടുക്കുന്ന നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെയാണ് ഇസ്ലാമിലൂടെ അല്ലാഹു തആല മനുഷ്യർക്ക് നൽകിയിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ഭൂമിയിൽ നിർഭയത്വത്തോടു കൂടി ജീവിക്കുന്നു എന്നത് അള്ളാഹു നൽകിയ അപാരമായ അനുഗ്രഹമായിട്ടാണ് എടുത്തു പറഞ്ഞത്. ആരാണ് അല്ലാഹു? അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. നിങ്ങൾക്ക് അല്ലദീ അത്അമഹും മിൻ ജൂഅ്, വിശപ്പിൽ നിന്ന് മോചനം കിട്ടാൻ നിങ്ങൾക്ക് ഭക്ഷണം നൽകി പടച്ചോൻ. അപ്പോ വിശപ്പ് മാറിയൊന്നിന് മാത്രം കാര്യമില്ല. വആമനഹും മിൻ ഖൗഫ്, ഭയത്തിൽ നിന്ന് നിർഭയത്വം നൽകി. ഭക്ഷണം കഴിച്ചിട്ട് മാത്രം കാര്യമില്ല, അതിന് സൗകര്യം ഉണ്ടായതുകൊണ്ട് മാത്രമല്ല കാര്യമില്ല. മറിച്ച് എന്ത് വേണം? പേടിക്കാതെ നിർഭയത്വത്തോടെ ജീവിക്കണം. ജീവിക്കുന്ന ഫ്ലാറ്റ് ഏത് സമയത്ത് തകർക്കപ്പെടും, ഇതിന് മുകളിൽ ഏത് സമയത്ത് മിസൈൽ വന്ന് പതിക്കും, ആ ഒരു ആശങ്കയിൽ യുദ്ധമുഖത്ത് ജീവിക്കുന്നവർക്ക് ഭക്ഷണത്തിന്റെ ടേസ്റ്റ് അറിയാൻ കഴിയോ? വെള്ളത്തിന്റെ രുചി അറിയാൻ കഴിയോ? അപ്പോ അതുമാത്രമല്ല, അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ് എന്നാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്തിന് ഏറെ നന്ദി കാണിക്കേണ്ട, നന്ദി പറയേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളൊക്കെയും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അസ്ബഹ മിൻകും യൗമ ആമിനൻ, നിങ്ങളിൽ ഒരാൾക്ക് നിർഭയത്വത്തോടുകൂടി ഒരു പ്രഭാതമുണ്ടായാൽ, ഒരു രാത്രി സമാധാനത്തോടെ കിടന്നുറങ്ങി സമാധാനത്തോടെ എഴുന്നേൽക്കാൻ പേടി കൂടാതെ ഒരു ദിവസം നിങ്ങൾക്ക് കഴിച്ചു കൂട്ടാൻ സാധിച്ചാൽ, മൻ അസ്ബഹ ആമിനൻ ഫീ സിർബിഹി വമുആഫൻ ഫീ ബദനിഹി, ശരീരത്തിന് ആരോഗ്യമുണ്ടായാൽ, വഇൻദഹു ഖൂതു യൗമിഹി, അന്നന്നത്തേക്കുള്ള ഭക്ഷണമുണ്ടായാൽ, ഫകഅന്നമാ ഖീസത്തു ലഹു ദുനിയാ ബിഖദാഫിരിഹാ, കൈവള്ളകൾക്കുള്ളിൽ ലോകം മുഴുവനും കിട്ടിയവനെ പോലെയാണ്. ഇല്ലെങ്കിലോ ലോകത്തിന് വേണ്ടി, ലോക സൗകര്യങ്ങൾക്ക് വേണ്ടി, മറ്റുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടിയൊക്കെയും മനുഷ്യനെ കൊന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് റസൂൽ പറഞ്ഞത്. ലോകം മുഴുവനും 2 കൈവള്ളകൾക്കുള്ളിൽ കിട്ടിയവനെ പോലെയാണ്. സുരക്ഷിതത്വത്തോടെ നിർഭയത്വത്തോടെ ഒരു രാവ് പുലരാൻ കഴിയുക, ജീവിക്കാൻ കഴിയുക എന്ന് പറയുന്നത് അള്ളാഹു നൽകിയ അപാരമായ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിന് നന്ദി കാണിക്കാൻ സാധിക്കണം. മനുഷ്യനെ സൃഷ്ടിക്കാൻ വേണ്ടി അള്ളാഹു ഉദ്ദേശിച്ച് മലക്കുകളോട് പറഞ്ഞപ്പോ മലക്കുകൾ ചോദിച്ച ചോദ്യം എന്നും പ്രസക്തമായി നമ്മുടെ മനസ്സിലുണ്ട്. അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ, ഭൂമിയെ ഉണ്ടാക്കി, ഭൂമിയിൽ മനുഷ്യന് ജീവിക്കാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി വെച്ചു, വെള്ളം വെച്ചു, വായു വെച്ചു, എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി വെച്ചിട്ട് ഭൂമിയിൽ ജീവിക്കാൻ മനുഷ്യനെ സൃഷ്ടിക്കാൻ പോവാണ്. സൃഷ്ടിച്ചിട്ടില്ല, സൃഷ്ടിക്കാൻ പോവുകയാണ്. അതിനെ പിന്നെ പടക്കാൻ പോവുകയാണ്. ഭൂമിയിൽ മനുഷ്യന്മാരില്ല. ആ സമയത്ത് ആ മലക്കുകളോട് ചോദിച്ചപ്പോൾ മലക്കുകൾ ചോദിച്ച ചോദ്യമാണ് അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന, രക്തം ചിന്തുന്ന, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന, രക്തം ചിന്തുന്ന വയസ്ഫികു ദിമാ, അങ്ങനെ ഒരു വിഭാഗത്തെയാണോ സൃഷ്ടിക്കുന്നതെന്നാണ് മലക്കുകൾ ചോദിച്ചത്. അള്ളാന്റെ മറുപടി, അള്ളാഹുവിന് അങ്ങനെയുള്ള മനുഷ്യരെ പടക്കുക വഴി, ഭൂമിയിൽ സൃഷ്ടിക്കുക വഴി അള്ളാഹുവിന് ചില ഉദ്ദേശങ്ങൾ ഉണ്ട് എന്നതാണ്. ആ ഉദ്ദേശങ്ങളാണ് അള്ളാഹു തആല മനുഷ്യൻ അങ്ങനെയൊക്കെയാണ് ആയിരിക്കും എങ്കിൽ അതിൽ നിന്ന് മാറി പ്രവാചകന്മാരെ നിയോഗിച്ചു. മനുഷ്യന്റെ ഭൂമിയിലെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്താന്ന് പഠിപ്പിച്ചു. എന്തിനാണ് മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കുന്നതെന്ന് പഠിപ്പിച്ചു. മനുഷ്യ ജീവിതത്തിന്റെ നശ്വരതയെക്കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്തു. അങ്ങനെ അള്ളാഹു തആല ഭൂമിയിൽ മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുകൂടി പഠിപ്പിച്ചു. അതിലേറ്റവും പ്രധാനമാണ് നിങ്ങൾ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത് എന്നത്. അത് ലോകരാഷ്ട്രങ്ങളോട് മാത്രമല്ല, അങ്ങനെ ലോകരാജ്യങ്ങളോട് രാഷ്ട്രങ്ങളോടുമുള്ളൊരു കാര്യമായിട്ട് മാത്രം കണക്കാക്കണ്ട. ഒരു വ്യക്തിയോട്, ഒരു കുടുംബത്തോട്, അയൽവാസിയോട്, സഹോദരങ്ങളോട്, മക്കളോട്, വാപ്പയോട്, രക്ഷിതാക്കളോട് ഒക്കെ പറഞ്ഞു. നോക്കൂ, നിങ്ങൾ ആദിമ സമൂഹം മുതൽ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു വന്നു. പരിശുദ്ധ ഖുർആൻ വായിക്കുമ്പം നമുക്കത് കാണാൻ കഴിയും. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം പിന്നീട് ഭൂമിയിൽ വന്ന
ഏറ്റവും പ്രധാനപ്പെട്ട സമൂഹമാണ് ആദ്. അതിനുശേഷമാണ് സമൂദ് വന്നത്. അവരോടൊക്കെ അല്ലാഹു പറഞ്ഞ വാക്കെന്താണ്? വലാ തുഫ്സിദൂ ഫിൽ അർദ്, വലാ തുഫ്സിദൂ ഫിൽ അർദ്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത്. ആ വാക്കത് എങ്ങനെ ആവർത്തിക്കുകയാണ്? ബഅദ ഇസ്ലാഹിഹ, ഭൂമി അതിന്റെ എല്ലാ ഇസ്ലാഹും സ്വീകരിച്ചിട്ടുണ്ട്. ഭൂമിയിൽ നന്മയാണുള്ളത്. ഭൂമിയിൽ അള്ളാഹു ഭൂമിയെ പടച്ചത് മനുഷ്യർക്ക് ഗുണം കിട്ടാനാണ്, സ്വസ്ഥമായി ജീവിക്കാനാണ്, ഇസ്ലാഹാണ്. അതിനുശേഷം ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത്. വദുഊഹു ഖൗഫൻ വതമഅൻ, ഈ ഭൂമിയെ സംവിധാനിച്ചതെന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക. ആ റബ്ബിന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട്, സ്വർഗത്തെ ആഗ്രഹിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന്മാർ കുറച്ചുകാലം ജീവിക്കും. അത് കഴിഞ്ഞാൽ വീണ്ടും ആൾക്കാർ വരും, വീണ്ടും ആളുകൾ വരും. അതാണ് ഖലീഫ എന്ന് പറഞ്ഞാൽ. വീണ്ടും വീണ്ടും ആളുകൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്നാൽ എന്നും ശാശ്വതരാണ് എന്ന് കരുതരുത്. അതുകൊണ്ട് റബ്ബിനോടൊപ്പം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ, നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, സുഹൃതം ചെയ്യുന്ന എല്ലാവർക്കും അള്ളാഹുവിന്റെ റഹ്മത്ത് വളരെ സമീപസ്ഥമാണ്. ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ. ഇതിങ്ങനെ ആവർത്തിച്ച് അല്ലാഹു പറയുന്നത് കാണാം. ഇത് വദുകുറു ഇത് ജഅലകും ഖുലഫാ മിൻ ബഅദി ആദിൻ വബവഅകും ഫിൽ അർളി തത്തഖിദൂന മിൻ സൂലിഹാ ഖുസൂറാ. അള്ളാഹു നിങ്ങളെ ഖലീഫമാരാക്കി, പിൻഗാമികളാക്കി അങ്ങനെ പടച്ച് ഓരോ സമൂഹത്തിന് ശേഷം ഓരോ സമൂഹമാക്കി മാറ്റുകയാണ്. ആ സമൂഹത്തിന്റെ എല്ലാം പ്രത്യേകതകൾ ഉൾക്കൊണ്ടുകൊണ്ട്, ജീവിക്കുന്ന നാടിന്റെ പ്രത്യേകതകൾ ഉൾക്കൊണ്ടുകൊണ്ട്, ആ നാടിന്റെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ആ നാട്ടിൽ ജീവിക്കുന്നു. അള്ളാഹു നിങ്ങൾക്ക് ഈ ഭൂമിയിൽ താമസിക്കാൻ സൗകര്യങ്ങൾ ഒരുക്കി തന്നു. തത്തഖിദുന മിൻ സുഹൂലിഹാ ഖുസൂറ, ഭൂമിയുടെ സമതലങ്ങളിൽ നിങ്ങൾ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി. വതൻഹിതുനൽ ജിബാല ബുയൂതൻ, മലകളെ നിങ്ങൾ തുറന്ന് വീടുകളുണ്ടാക്കി. ഫദ്കുറു അലാ അല്ലാഹ്, അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം. വലാ തഅസൗ ഫിൽ അർളി മുഫ്സിദീൻ, ഭൂമിയിൽ നാശകാരികളായിക്കൊണ്ട് നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത്. ഭൂമിയിൽ നാശകാരികളായിക്കൊണ്ട് കുഴപ്പമുണ്ടാക്കരുത്. നിങ്ങൾ ഏത് കാലത്ത് നിങ്ങൾക്ക് എത്ര സൗകര്യങ്ങൾ ഉണ്ടായിരുന്നാലും, എത്ര യുദ്ധസാമഗ്രികൾ ഉണ്ടായിരുന്നാലും, എത്ര തന്നെ നിങ്ങൾ രാജ്യം പുരോഗതി പ്രാപിച്ചതാണെങ്കിലും, മറ്റു രാജ്യങ്ങൾക്കുമേൽ എത്ര വലിയ ആധിപത്യം നിങ്ങൾക്കുണ്ടെങ്കിലും, ഭൂമിയിൽ ജീവിക്കുന്നവരെല്ലാം മനുഷ്യരാണ്. ഏത് ഭാഗത്ത്, ഏത് രാഷ്ട്രത്തിൽ ജീവിക്കുന്നവരും മനുഷ്യരെന്നൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞു. സമൂഹത്തിന് കുഴപ്പമുണ്ടാക്കുന്ന എന്തൊക്കെ മേഖല ഉണ്ടോ അവിടെ ഇടപെട്ടു. മാർക്കറ്റുകളിൽ, കമ്പോളങ്ങളിൽ, ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്ത് അതിന്റെ ആ സാമ്പത്തിക വിഷയം എന്താണോ അതിലേക്ക് കടന്നു കയറി അത് നശിപ്പിക്കാനും അത് പിടിച്ചടക്കാനും മറ്റൊരു രാജ്യത്തിനും അവകാശം നൽകിയിട്ടില്ല. നോക്കൂ നിങ്ങൾ, ഒരു കമ്പോളത്തിൽ ഉണ്ടാകുന്ന പ്രശ്നം, ഒരു സമൂഹത്തിലുണ്ടാകുന്ന സാമ്പത്തിക രംഗത്തുണ്ടാകുന്ന വിഷയങ്ങളിലൊക്കെയും ശുഐബ് നബിയുടെ സമൂഹത്തോട് അല്ലാഹു പറഞ്ഞു, വൈലാ മദിയന അഖാഹും ശുഐബ ഫഖാല യാ ഖൗമി അബ്ദുല്ലാഹ് വർജുൽ യൗമൽ ആഖിർ വലാ തഅസൂ ഫിൽ അർളി മുഫ്സിദീൻ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കി നാശകാരികളാവരുത്. പരലോകത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കണം, നിങ്ങൾ പ്രതീക്ഷിക്കണം. വയാ ഖൗമി ഔഫുൽ കൈല വൽ മീസാന ബിൽ ഖിസ്തി, അളവും തൂക്കവും കൃത്യമായിരിക്കണം. വലാ തബ്ഖസുന്നാസ അശ്യാഅഹും, ജനങ്ങൾക്ക് കൊടുത്ത അവരുടെ വസ്തുക്കൾ നിങ്ങൾ കമ്മി വരുത്തരുത്. വലാ തഅസൂ ഫിൽ അർളി മുഫ്സിദീൻ, വീണ്ടും അല്ലാഹു ആവർത്തിച്ചു, ഭൂമിയിൽ നാശകാരികളായി കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്. എവിടെയൊക്കെ മനുഷ്യന്റെ ജീവിതത്തിന്റെ സന്തുലനാവസ്ഥ തെറ്റാൻ സാധ്യതയുണ്ടോ, അവന്റെ നിർഭയത്വത്തിന് കോട്ടം സംഭവിക്കാൻ സാധ്യതയുണ്ടോ, അവിടെയെല്ലാം ശക്തമായ ഇടപെടലുകളാണ് നടത്തുന്നത്. അത് വ്യക്തിയോടുണ്ട്, കുടുംബത്തോടുണ്ട്, ഒരു പ്രദേശത്തോടുണ്ട്, ഒരു രാജ്യത്തോടുണ്ട്, ഒരു രാഷ്ട്രത്തോടുണ്ട്. അവിടെയെല്ലാം ഇസ്ലാം വളരെ വ്യക്തമായ കാഴ്ചപ്പാടുകൾ നൽകിയിട്ടുണ്ട്. കാരണം എവിടെയായിരുന്നാലും മനുഷ്യരാണ് ജീവിക്കുന്നത് എന്നത് തന്നെയാണ് അപ്പറഞ്ഞതിന്റെ അർത്ഥം. നോക്കൂ നിങ്ങൾ, എത്രമാത്രം എന്ന് പറഞ്ഞാൽ ഒരു ശത്രു ഉണ്ടാകാൻ ആഗ്രഹിക്കരുത് എന്നാണ്, ഒരു ശത്രുവിനെ കാണാൻ കൊതിക്കരുത് എന്നാണ്. പിന്നല്ലേ ഒരു യുദ്ധം ഉണ്ടാകാൻ ആഗ്രഹിക്കുക? ഒരു ശത്രുവിനെ കാണാൻ ആഗ്രഹിക്കരുത്, ഒരു ശത്രുവിനെ ഉണ്ടാക്കരുത്. ശത്രുക്കൾ ആരും ഇല്ലപ്പോ നമുക്ക്, ഞാനൊരു പുതിയ ശത്രുവിനെ ഉണ്ടാക്കുക പാടില്ല. ഒരു ശത്രുവിനെ ഉണ്ടാക്കുന്ന വാക്കും പ്രവൃത്തിയും അത് അങ്ങാടിയിലാണെങ്കിലും, കമ്പോളത്തിലാണെങ്കിലും, കുടുംബത്തിലാണെങ്കിലും, അയൽപക്കത്താണെങ്കിലും ഉണ്ടാവരുത്. അയൽവാസി ഇന്നലെ വരെ മിത്രമായിരുന്നു, ഇന്ന് മുതൽ ശത്രുവാണ്. എന്തുകൊണ്ട്? എന്റെ പെരുമാറ്റം കൊണ്ട് ഉണ്ടാവരുത്. ഇന്നലെ വരെ മിത്രമായവൻ ഇന്ന് ശത്രുവാവരുത്. അങ്ങനെ ശത്രുക്കളെ ഉണ്ടാക്കുന്ന പ്രവണത ഉണ്ടാവരുത്. വാക്കിലും പ്രവൃത്തിയിലും സൂക്ഷിക്കണം. പുതിയ പുതിയ ശത്രുക്കളെ ഉണ്ടാക്കാൻ പാടില്ല. ശത്രുക്കൾ ഉണ്ടാവരുത്. അതുണ്ടാക്കുന്നത് ആരാണ്? അദുവല്ലാഹ്, അദുവ്വുൻ മുബീൻ, അദുവ്വുൻ മുളില്ലുൻ മുബീൻ, അൽ ഗറൂർ. ആർക്കാണ് ഈ പറഞ്ഞ നാമങ്ങൾ അല്ലാഹു വെച്ചു കൊടുത്തത്?
ഷൈത്താനിനാണ് അദുവല്ല, അള്ളാഹിന് ശത്രുവാണ്. അദുവുൻ മുബീൻ, വ്യക്തമായ ശത്രുവാണ്. അദുവുൻ മുളില്ലുൻ മുബീൻ, വ്യക്തമായ ശത്രുവും വഴിതെറ്റിക്കുന്നവനുമാണ്. അൽ ഗറൂർ, മഹാവഞ്ചകനും ചതിയനുമാണ്. ഈ ഷൈത്താനാണ് ശത്രുക്കൾ ഉണ്ടാകാൻ പാടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ലോകം എന്ന അടിസ്ഥാനത്തിൽ മാത്രമല്ല, ഒരു വ്യക്തിക്കും ഒരു കുടുംബത്തിനും ഒരു രാജ്യത്തും ഒരു പ്രദേശത്തും അതുണ്ടാകാൻ പാടില്ല. സൂക്ഷിക്കണം, ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ഇനി ഒരു ശത്രു വന്നാൽ ആ ശത്രുവിനെ കാണാൻ കൊതിക്കാൻ പാടില്ല, ആഗ്രഹിക്കാൻ പാടില്ല. ഇനി അങ്ങനെ കണ്ടാൽ എന്തു ചെയ്യണമെന്ന ഇസ്ലാമികമായ നിയമവും മര്യാദയും പഠിപ്പിക്കപ്പെട്ടു. എന്താണ് ഇതിന്റെയൊക്കെ കാരണം? ശത്രു ഉണ്ടായാൽ എന്താ പ്രശ്നം? ഒരു പക്ഷേ ജീവൻ നഷ്ടമാകും, സമ്പത്ത് നഷ്ടമാകും, മനസ്സമാധാനം പോകും. ജീവൻ ഉണ്ടായാൽ തന്നെ മനസ്സമാധാനം ഉണ്ടാകൂല, നിർഭയത്തുണ്ടാകൂല, അവസാനം ജീവൻ വരെ പോകാം. നോക്കൂ നിങ്ങൾ, ജീവജാലങ്ങൾക്കിടയിലെ ശത്രുതയേക്കാൾ, ജന്തുജാലങ്ങൾക്കിടയിലെ ശത്രുതയേക്കാൾ നോക്കൂ നിങ്ങൾ മനുഷ്യനിടയിലെ ശത്രുത. തിരിച്ചറിവുണ്ടാകേണ്ട മനുഷ്യൻ. 2024 കണക്ക്, 25 കണക്ക് പുറത്തു വന്നിട്ടില്ല. 2024 കണക്ക്, 25 ഇന്ന് വരെയുള്ള കണക്ക് വന്നിട്ടില്ല. 24 കണക്ക് ക്ലോസ് ചെയ്തപ്പോ കണ്ടൊരു കണക്കുണ്ടെന്നറിയോ? മനുഷ്യനെ വന്യജീവികളും മൃഗങ്ങളും എല്ലാം കൂടി കൊന്ന കണക്ക് 66 മാത്രമാണ്. അതിൽ 46 പാമ്പ് കടിച്ചും തേനീച്ച കുത്തിയും തേള് കടിച്ചും കടുന്നൽ കുത്തിയും ഒക്കെയുള്ള മരണമാണ് 64-ൽ 46. 20 മാത്രമേ ഉള്ളൂ പുലി തിന്നും കടുവ തിന്നും കരടിയും സിംഹമൊക്കെ ആക്രമിച്ചിട്ട് മനുഷ്യനെ കൊന്നത് 20 മാത്രമേ ഉള്ളൂ. എന്നാൽ മനുഷ്യനെ കൊന്നത് 24-ൽ പച്ചക്ക് കൊന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലെ കണക്ക് മാത്രമാണ് പറയണത്. കേരളത്തിൽ മാത്രം കൊന്നത് 300-ലധികമാണ്. അപ്പുറത്തേക്കാണ് മനുഷ്യനെ കൊന്നത്. രാധയെ കടുവ പിടിച്ചത് എന്തിനാ? അതിനെ തിന്നാനാണ് അതിനെ കൊന്നത്. കടുവ പിടിച്ചത് അല്ലേ? മനുഷ്യനെ കൊന്നത് എന്തിനാ? തിന്നാനാ? ആണോ? അല്ല. അപ്പൊ നമ്മൾ ചിന്തിക്കണം, മനുഷ്യനെ കൊന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാര്യത്തെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. 70,000-ഓളം 75,000-ലധികമാണത്രേ കഴിഞ്ഞ ദിവസം വന്ന കണക്ക് ഫലസ്തീനിലെ മനുഷ്യരെ ബോംബിട്ട് കൊന്നത്, ആക്രമിച്ചു കൊന്നത്. അതിൽ 2/3 ഭാഗം നിരപരാധികളായ സ്ത്രീകളും കുട്ടികളുമാണ്. ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. അപ്പോൾ ലോകമാകട്ടെ, ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്ന പ്രദേശമാകട്ടെ, എവിടെയാകട്ടെ, മനുഷ്യൻ ജീവിക്കുമ്പോൾ മനുഷ്യന്റെ ജീവന് വില കൽപ്പിക്കണം. ആ വില എന്താണെന്ന് ബോധ്യപ്പെടുത്തി തരുന്ന മതമാണ് ഇസ്ലാം. റസൂലുള്ളാഹി പറഞ്ഞു, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ലാ തതമന്നൗ ലിഖാഅൽ അദുവ്, ശത്രുക്കളെ കാണാൻ നിങ്ങൾ കൊതിക്കരുത്. ശത്രു ഉണ്ടാകണമെന്ന് കൊതിക്കരുത്. യുദ്ധം നടക്കണമെന്ന് ആഗ്രഹിക്കരുത്. ശത്രുവിനെ കാണാൻ നിങ്ങൾ കൊതിക്കരുത്. വസലുല്ലാഹൽ ആഫിയ, നിങ്ങൾ അല്ലാഹുവിന്റെ ആഫിയത്തിനെ ചോദിക്കണം. ഫഇദാ ലഖീതും, ഇനി നിങ്ങൾ കണ്ടുമുട്ടിയാൽ, ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ, ലോകത്തിലെ ചില അവസ്ഥകൾ, ചില സാഹചര്യങ്ങൾ, ചില പ്രത്യേകമായ കാരണങ്ങളൊക്കെ യുദ്ധത്തിനുണ്ടാകാം. മുസ്ലിമീങ്ങൾക്കും യുദ്ധം നടത്തേണ്ടി വന്നിട്ടുണ്ട്. അതിന്റെ കാരണങ്ങളുണ്ട്, ഇസ്ലാം അനുവദിച്ചതുണ്ട്. ഇസ്ലാം പറഞ്ഞ യുദ്ധവും യുദ്ധ സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇനി അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി നിങ്ങൾ ശത്രുവിനെ മുന്നിൽ കണ്ടാൽ ഫൈദാലക്കിത്തും ഫസ്ബിറു, നിങ്ങൾ നല്ല ക്ഷമ പാലിക്കണം. വഅലമു അന്നൽ ജന്നത തഹ്ത ദിലാലി സുയൂഫ്, കാരണം വാളിനടിയിൽ സ്വർഗം വാളിന്റെ തണലിലാണെന്ന് ഇമാം ബുഖാരി മുസ്ലിം ധരിക്കുന്ന ഹദീസ് ഉണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? ഇസ്ലാം വാളുകൊണ്ട് വളർന്ന മതമാണെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. മറിച്ച് ഇസ്ലാമിക യുദ്ധം നടക്കുമ്പോൾ യുദ്ധ സാഹചര്യത്തിൽ പിന്നോട്ട് ഓടാൻ പാടില്ല. യുദ്ധ സാഹചര്യത്തിൽ നിലയുറപ്പിക്കണം. കാരണം അവിടെ വധിക്കപ്പെടും, അംഗവൈകല്യങ്ങൾ ഉണ്ടാകും, അവിടെ മരണം മുന്നിൽ കാണേണ്ടി വരും. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോ റസൂലുള്ളാഹിന്റെ കൂടെ യുദ്ധത്തിന് പുറപ്പെട്ട ആളുകൾ പിന്തിരിഞ്ഞു പോകാൻ പാടില്ല. യുദ്ധത്തിൽ നിന്ന് തിരിഞ്ഞു പോകുന്നത് മഹാപാപങ്ങളിൽ 7 മഹാപാപങ്ങളിൽ 7ാമത്തെ പാപമായി എണ്ണി. എന്നിട്ട് റസൂൽ പറഞ്ഞതിന് ബാക്കി ഇതാണ്, പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കേണ്ടത്? അല്ലാഹുമ്മ മുൻസിലൽ കിതാബ് വമുജ്രിയ സഹാബ് വഹാസിമൽ അഹ്സാബ് അഹ്സിംഹും വൻസുർനാ അലൈഹിം. അല്ലാഹുമ്മ മുൻസിലൽ കിതാബ്, വേദഗ്രന്ഥം ഇറക്കിയ അല്ലാഹുവേ, മേഘങ്ങളെ നിയന്ത്രിക്കുന്ന ചലിപ്പിക്കുന്ന അല്ലാഹുവേ, സഖ്യസംഘങ്ങളെ നശിപ്പിച്ച അല്ലാഹുവേ, നീ അവർക്കെതിരിൽ ഞങ്ങൾക്ക് വിജയം തരണമേ എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് സമാധാനമാണ്. ലോക സമാധാനത്തിന് വേണ്ടി ആഗ്രഹിക്കുക, ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക,
ലോകത്ത് ഇന്ന് യുദ്ധങ്ങൾ നടക്കുമ്പോൾ അതിന്റെ കാരണങ്ങളും അതിന്റെ ജയപരാജയങ്ങളും ഒക്കെയുണ്ടാകാം. പക്ഷെ എവിടെയും ഇസ്രായേലിൽ 25 ലക്ഷം മുസ്ലിമീങ്ങളുണ്ട്. ഇസ്രായേൽ എന്ന രാജ്യത്ത് ആയിരക്കണക്കിന് മുസ്ലിം പള്ളികളുണ്ട്. അവിടെ ജൂതന്മാരാണ് ഭൂരിപക്ഷമുള്ളത്. ജൂതന്മാരുടെ നെറികേടും ജൂതന്മാർക്ക് മറ്റൊരു ജനങ്ങളുടെ പിൻബലമില്ലാതെ ഒരു ശത്രുവിനെ നേരിടാൻ കഴിയില്ല എന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയതാണ്. ളുരിബത്ത് അലൈഹിം അദ്ദില്ലത്തു വൽ മസ്കന, എവിടെയായിരുന്നാലും അപമാനവും നിന്ദതയും അവർക്കുമേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഇസ്രായേലിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് ബനീ ഇസ്രായേലിനെ വിളിച്ചുകൊണ്ട് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ വിവിധ ഇടങ്ങളിലായി വിവിധ സ്ഥലങ്ങളിലായി അല്ലാഹു പറയുന്നുണ്ട്. എങ്കിൽ പോലും യുദ്ധം കൊതിക്കരുത് സഹോദരങ്ങളെ. ഒരു രാജ്യത്ത് യുദ്ധമുണ്ടായാൽ ആ രാജ്യത്ത് മാത്രമല്ല എല്ലാ നാടുകളിലും അതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. അതിന്റെ എന്തൊക്കെയാണോ അവിടെയുള്ള ആ രാജ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതിലൊക്കെ നമ്മുടെ രാജ്യം മറ്റൊരു രാജ്യത്തെ അതൊരു സാമൂഹിക പരിസ്ഥിതിയാണ്. ഒരു രാജ്യം ഒരു രാജ്യത്തെ പല നിലക്കും ആശ്രയിക്കേണ്ടതുണ്ട്, പല മേഖലകളിലും ആശ്രയിക്കേണ്ടതുണ്ട്. അവിടെയൊക്കെയും വിലക്കയറ്റങ്ങൾ ഉണ്ടാകും, ജീവിത സാഹചര്യങ്ങൾ, അതിന് പ്രയാസങ്ങൾ ഉണ്ടാകും. അങ്ങനെ അതിന്റെ യുദ്ധത്തിന്റെ ഇരകളായ ഒരുപാട് നിരപരാധികളായ സ്ത്രീകളും കുട്ടികളും ഉണ്ടാകും. അങ്ങനെ പലതും ഉണ്ടാകും. അതുകൊണ്ട് ലോകത്ത് സമാധാനമുണ്ടാകട്ടെ എന്നാണ് ആഗ്രഹിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഒരു പ്രയാസപ്പെടുന്നവനോട്, കഷ്ടപ്പെടുന്നവനോട്, ബുദ്ധിമുട്ടുന്നവനോട് നമുക്കൊരു അനുകമ്പയുണ്ടാകണം, ഒരു സ്നേഹമുണ്ടാകണം. അതാണ് വേണ്ടത്. സൗദി അറേബ്യയിൽ ഒരു സാധാരണക്കാരനായ ഒരു വീട്ടിലെ ഒരു ഡ്രൈവർ, അദ്ദേഹം ഒരു അപകടം പറ്റി ഗ്യാസ് പൊട്ടിത്തെറിച്ച് മരിച്ചപ്പോ തന്റെ മകനാണെന്ന് പറഞ്ഞ് ആ അന്ത്യകർമ്മങ്ങളുടെ സമയത്ത് പൊട്ടിക്കരഞ്ഞ ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലവും എന്റെ സമ്പത്ത് എന്റെ മക്കൾ ഉപയോഗിക്കുന്ന കാലഘട്ടം അത്രയും അവന് എത്രയാണോ ഞാൻ ശമ്പളം കൊടുത്തത് ആ ശമ്പളം അവന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ എത്തിച്ചു കൊടുക്കുമെന്ന് എഗ്രിമെന്റ് എഴുതി വെച്ച ഒരു കഫീലിനെ കുറിച്ച് നമ്മൾ വായിച്ചു. അതാണ് മനുഷ്യ സ്നേഹം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരാളുടെ പ്രയാസം സ്വന്തം പ്രയാസമായി കാണാൻ, ഒരാളുടെ പ്രയാസം സ്വന്തം പ്രയാസമായി കാണാനും, ഒരാളുടെ സന്തോഷം സ്വന്തം സന്തോഷമായി കാണാനുമുള്ള വിശാലമായൊരു മനസ്സിന്റെ ഉടമകളായി മാറാൻ നമുക്ക് സാധിക്കണം. ലോകത്തിന് സാധിക്കണം, ലോകത്തെ ജനങ്ങൾക്ക് സാധിക്കണം. ഒരു സമൂഹത്തിനും മറ്റൊരു സമൂഹത്തിന് നേരെയുള്ള അന്യായമായ അതിക്രമങ്ങളും കയ്യേറ്റങ്ങളും ന്യായീകരിക്കാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കാണുന്നവനാണ്, എല്ലാം കേൾക്കുന്നവനാണ്. ആ റബ്ബിലേക്ക് കൈ ഉയർത്തുക. ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയ്ക്ക് മുന്നിൽ മറവില്ല, ഹിജാബില്ല എന്നാണ്. അതിനുള്ള ചില മാർഗങ്ങളിലൂടെ, അവന്റെ ചില നടപടിക്രമങ്ങളിലൂടെ അതിന് പരിഹാര മാർഗം കാണുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് സമാധാനം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ എല്ലാം നാടുകളിൽ, നമ്മുടെ മനസ്സുകളിൽ അല്ലാഹു സമാധാനം ഇറക്കി തരുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സമാധാനം വേണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വീടകം. വീടിന്റെ ഉള്ളിൽ മനുഷ്യന് സമാധാനം വേണം. എവിടെയും കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്. വീടിനകത്തും കുഴപ്പമുണ്ടാക്കുന്ന ഒരാളായി നമ്മൾ മാറരുത്. നമ്മളെ വീടിനകത്ത് നമ്മൾ ആരാണെന്ന് നമുക്കറിയാം. ചിലപ്പോൾ ഒരു വാപ്പായിരിക്കും, ഉമ്മയായിരിക്കും, സഹോദരനോ സഹോദരിയോ ഭാര്യയോ ഭർത്താവോ ആരാണോ, പെങ്ങളായിരിക്കും, ആങ്ങളയായിരിക്കും, ആരാവട്ടെ, ഒരു വീടിനകത്ത് നമ്മൾ ആരാണോ നമ്മളെ കൊണ്ട് ആ വീട്ടിൽ ഒരു കുഴപ്പമുണ്ടാകരുത്, ഫസാദ് ഉണ്ടാകരുത്. ഇന്ന് കുടുംബകം ഏറെ പ്രയാസത്തിലാണ്. പല വീടുകളിലും കുഴപ്പങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. പല കാരണങ്ങൾ കൊണ്ടുണ്ട്, ഒന്നോ രണ്ടോ അല്ല. അതിലേറെയും ഇപ്പോൾ ഉള്ളത് വൈവാഹിക ജീവിതത്തിലെ, ദാമ്പത്യ ജീവിതത്തിലെ, കുടുംബ ജീവിതത്തിലെ വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനം ഭാര്യാഭർത്താക്കന്മാർക്കിടയിലുള്ള പ്രശ്നങ്ങളാണ്. ആ പ്രശ്നം വരുമ്പോൾ ബാക്കിയുള്ളതൊന്നും ഇല്ലാന്നല്ല, വാപ്പിയും മക്കളും തമ്മിലുള്ള പ്രശ്നം ഇല്ലാന്നൊന്നല്ല, ജേഷ്ഠാനുജന്മാർ തമ്മിൽ, ആങ്ങളെയും പെങ്ങളും തമ്മിൽ പേരിൽ ഒരു പ്രശ്നമില്ല എന്നല്ല പറഞ്ഞത്. ഏറെയും ദമ്പതിമാർക്കിടയിലുള്ള പ്രശ്നം വരുമ്പോൾ അത് ആ കുട്ടികളെ ബാധിക്കും, ആ കുടുംബത്തിന് സ്വസ്ഥത കെടുത്തും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് സമാധാനം കിട്ടാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ട് ആ മാർഗം നമ്മൾ തേടണം. പ്രാർത്ഥന അതിന്റെ മാർഗമാണ്. അതോടൊപ്പം ചില കാര്യങ്ങൾ തിരിച്ചറിവുണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഇപ്പൊ ഈ കൗൺസിലിംഗ് ഒക്കെ കൊടുക്കണം എന്തിനാ?
എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടായാൽ ചിലപ്പോൾ ആണിനും പെണ്ണിനൊക്കെ കൗൺസിലിംഗ് കൊടുക്കും നമ്മൾ. എന്തിനാ? ഒരു തിരിച്ചറിവ് ഉണ്ടാവാനാണ്. അള്ളാഹു ഖുർആനിൽ നൽകിയ കൗൺസിലിങ്ങിനോട് വലിയ കൗൺസിലിംഗ് ഒന്നും വേറില്ല, ലോകത്തില്ല. അള്ളാഹുവിന്റെ റസൂൽ നൽകിയതിനേക്കാൾ അപ്പുറം വേറില്ല. എന്താണ് അള്ളാഹ് പറഞ്ഞു? വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ, സ്നേഹവും കാരുണ്യവുമാണ് കുടുംബജീവിതത്തിന്റെ അടിത്തറ. മവദ്ദത്തും റഹ്മത്തുമാണ്. അത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, ഒരു കുടുംബത്തിൽ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. പ്രശ്നങ്ങളില്ലാതെ എന്താണ് ബാധ്യത, എന്താണ് ഉത്തരവാദിത്വം? ഇന്നത്തെ ഒരവസ്ഥ, പണ്ടൊക്കെ പെൺകുട്ടികളൊക്കെ എങ്ങനെയാ ഈ കുട്ടികളെ കെട്ടിക്കാന്ന് ഇനി ബേജാറ് അല്ലേ? എങ്ങനെയാണ് ഈ കുട്ടികളെ കല്യാണം കഴിപ്പിക്കുക, എങ്ങനെയാണ് കെട്ടിക്കാന്നുള്ള ബേജാറായിരുന്നെങ്കിൽ ഇന്നിപ്പം കല്യാണം കഴിഞ്ഞതിന് ശേഷം കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന ബേജാറാണുള്ളത്. അപ്പൊ ആ ബേജാർ കെട്ടിക്കാനുള്ള ബേജാറല്ല, കെട്ടിക്കുന്നതിന് ശേഷമുള്ള ബേജാറിനെ സംബന്ധിച്ചാണ് നമുക്കെല്ലാവർക്കും ആദ്യം. എന്തായിരിക്കും ആ കുട്ടിക്ക് ഇപ്പൊ അവിടുത്തെ അവസ്ഥ? ഇത് വല്ലാത്തൊരു വിഷയമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ചില കൗൺസിലിങ്ങുകളും ഒരു കല്യാണത്തിന് മുമ്പേ അല്ലെ കല്യാണം കഴിഞ്ഞ ഉടനെയൊക്കെ നമ്മളെ നാട്ടിൽ പല രൂപത്തിലും അവരൊന്ന് ഇരുത്തി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പല മാർഗങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിന്റെ ഒരു ഭാഗമാണ് അടുത്ത ഞായറാഴ്ച ആലത്തൂർ ദാറുൽ ഖുർആനിൽ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ വിവാഹപ്രായമെത്തിയ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും, വിവാഹപ്രായം കഴിഞ്ഞ് ഏതാനും ഒരു 2-3 മാസമൊക്കെ ആയിട്ടുള്ള ആളുകളെയൊക്കെ, കുട്ടികളാകുന്നതിന് മുമ്പുള്ള അതിനടക്കുള്ള ആളുകളെയൊക്കെ അതിലൊന്ന് ആണിനെയും പെണ്ണിനെയും ഒന്ന് പങ്കെടുപ്പിക്കാം. അവിടെ വളരെ പ്രഗത്ഭരായ ആളുകൾ ഒരു ജീവിതത്തിന് തിരിച്ചറിവ് നൽകുന്ന ചില ക്ലാസ്സുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച് ഇത്തരത്തിലുള്ള രക്ഷിതാക്കളുണ്ടെങ്കിൽ, കുട്ടികളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ആശങ്ക മനസ്സിലുള്ളവരുണ്ടെങ്കിൽ അത് തീർക്കാൻ ഏറ്റവും നല്ലതാണ് അവിടെയൊന്ന് കൊണ്ടുപോയി അവിടെ ഇരുത്തി കൊടുക്കുക എന്നുള്ളത്. അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് ഈ സന്ദർഭം ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ അലി അള്ളാഹു തആല അൻഹുവിനെ ഫാത്തിമ ബീവിനെ റസൂൽ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. ഒരിക്കൽ ഫാത്തിമ ബീവിയുടെ കവിളിൽ തലോടിയിട്ട് റസൂൽ പറഞ്ഞൊരു വാക്കുണ്ട്, മോളെ, നിന്റെ ജീവിതത്തിൽ നിനക്ക് വിജയവും പരാജയവും ഉണ്ടാകും. ചിലപ്പോൾ പട്ടിണി കിടക്കേണ്ടി വരും മോളെ, ദാരിദ്ര്യവും കഷ്ടപ്പാടും ഉണ്ടാവും മോളെ. പക്ഷേ അലി പാവമാണ്, അലി ദരിദ്രനാണ്. പക്ഷെ മോളെ, അലി നിന്നെ കൈവിടൂല. ഈ വാപ്പ റസൂൽ പറയണം, ഈ വാപ്പ നിനക്ക് ഏറ്റവും നല്ല, കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഒരു ചെറുപ്പക്കാരന്റെ കയ്യിലാണ് ഈ വാപ്പ നിന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് മോളെ. അതുകൊണ്ട് നിനക്ക് സമാധാനിക്കാം എന്ന് പറഞ്ഞ് അലി അല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമാവിന്റെ കവിൾ തലോടി കൊടുക്കുന്ന ഉപദേശമുണ്ട്. എന്നിട്ട് അലി അല്ലാഹു തആല അൻഹുവിന്റെ കൈ പിടിച്ച് റസൂൽ പറയുന്നുണ്ട്, അലി, എന്റെ മകൾ ഫാത്തിമ എന്റെ കരളാണ് അലി, എന്റെ കരളിന്റെ കഷ്ടമാണ്. അവളെ കണ്ണ് നിറയരുത് അലി, അവളെ കൈവിടരുത്. നോക്കൂ നിങ്ങൾ, ആ ഉപദേശം അവർ സ്വീകരിച്ചു. മതപരമായ നിയമങ്ങൾ അവർ പാലിച്ചു. മരിക്കുന്നത് വരെ സന്തോഷത്തോടെ അവർ ജീവിച്ചു. സഹോദരങ്ങളെ, എത്ര ആളുകൾക്ക് അങ്ങനെ ധൈര്യത്തോടെ കൈപിടിച്ചു കൊടുക്കാൻ പറ്റും നമ്മളെ മക്കളെ? നമ്മൾ ചിന്തിക്കുക. അതിൽ നിന്ന് ഉത്തരവാകട്ടെ ഇത്തരം സ്ഥലങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തി അവിടേക്ക് നമ്മളെ മക്കളെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി തരുമാറാവട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. രോഗികളായ ഒരുപാട് ആളുകൾ ആശുപത്രിയിലും വീടുകളിലുമുണ്ട്. പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് പറഞ്ഞവരുണ്ട്. നമ്മുടെ ഒരു സഹോദരന്റെ പിതാവ് സ്ട്രോക്ക് വന്ന് ആശുപത്രിയിൽ ഓർമ്മക്കുറവൊക്കെ അനുഭവപ്പെട്ട് വളരെ പ്രയാസകരമായ അവസ്ഥയിലാണ് ഉള്ളത്. പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പിതാവിന് രോഗശമനം പ്രദാനം ചെയ്യുമാറാവട്ടെ, ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഖുർആൻ പഠിതാവായ നമ്മുടെ ഒരു സഹോദരി, അവരെ സ്ഥിരമായി ഖുർആൻ ക്ലാസ്സിൽ വരുന്നൊരു സഹോദരിയാണ്. അവരിപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റാണ് രോഗം മൂലം. പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു രോഗശമനം പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു തആല എല്ലാ പ്രയാസകരമായ രോഗാവസ്ഥകളിൽ നിന്നും നമ്മളെയും നമ്മളെ മക്കളെയും നമ്മളെ കുടുംബത്തെയും നമ്മളെ മാതാപിതാക്കളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന് സമാധാനം പ്രദാനം ചെയ്യുമാറാവട്ടെ, ശാന്തി പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ മാർഗ്ഗത്തിൽ മരണപ്പെട്ടവർക്ക് ശുഹദാക്കളെ പദവികൾ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് وأحياهم منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم اعتق رقابنا من النار ورقاب آبائنا وأمهاتنا وأزواجنا وإخواننا المسلمين أجمعين يا رب العالمين. اللهم أصلح شباب المسلمين، اللهم أصلح نساء المسلمين، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء
البغضاء وشماتة الأعداء ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين.